ആഫ്റ്റർ ഡെലിവറി മറന്നു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ എപ്പിസോഡ്. സോ ഗൈസ്, ദിസ് ഇസ് ഓക്സിജൻ പ്രസൻസ് പോലിമാണി ഷോ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ബൈജു. മെമ്മറിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചില അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി അവരുടെ മെമ്മറിയിൽ, അവരുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യും. ചിലർ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന പോലെ തോന്നും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് മറന്നു പോവുക, സിമ്പിൾ ടാസ്ക് മറന്നു പോവുക, ചിലർ കോമൺ വേർഡ്സ് മറന്നു പോകുന്ന ഒരു ഇത് വേണം. ചില ആൾക്കാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വർക്കിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ നമുക്ക് ബേബി ബ്രെയിൻ അല്ലെങ്കിൽ മൊമീഷ്യ എന്ന് പറയാം. ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണല്ലേ? പക്ഷെ യൂഷ്വലി ഇത് ടെമ്പററിയാണ്. ചില അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഒരു ടാസ്കിൽ കുറേ നേരം ഫോക്കസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്കൊരു തോട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ തോട്ട് ഫുൾ ഒരു ഫോഗ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചില റിസർച്ച് പറയുന്നുണ്ട് ചില അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു സെലക്റ്റീവ് ഫൊർഗെറ്റിംഗ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളൊരു സംഭവം. ശരിക്കും ഇത് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണത്. നമ്മൾ കുറച്ചും കൂടി കെയർ ടേക്കിംഗ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈനർ സ്ട്രെസ്സിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്റ്റീവ് ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. നമുക്കറിയാം ഡെലിവറി ടൈമിലും അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ചൈൽഡ് ബർത്തിന്റെ ടൈമിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ആഫ്റ്റർ ഡെലിവറി ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഡിക്രീസ് ആവും, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിക്രീസ് ആവും. അപ്പൊ ഇതിന്റെ കുറവ് നമ്മളിൽ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ വരും. അതേ സമയത്ത് ഓക്സിറ്റോസിന്റെ അളവ് കൂടും. അതാണ് ലവ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ അതിന്റെ അളവ് കൂടുമ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ബേബി ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു മിൽക്ക് പ്രൊഡക്ഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമ്മൾ ഈ പറഞ്ഞൊരു ബേബി ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മളെ. പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പാണ്. ഇപ്പൊ ന്യൂ ബോൺസ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ലീപ്പ് പാറ്റേണും നമ്മുടെ സ്ലീപ്പ് പാറ്റേണും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു പുതിയൊരു സ്ലീപ്പ് പാറ്റേൺ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് അല്ലാതാവുക, അങ്ങനെ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ ഉണ്ടാകും. പിന്നെ വരുന്നത് ഒരു ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു ന്യൂ മദർ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ന്യൂ ബോൺ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയാണ്. നമുക്കൊരു പുതിയൊരു റോള് വരികയാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ എക്സ്റ്റേണലി നമ്മുടെ ലൈഫിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വരേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് പീരീഡിലും നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കറിയാം ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിനിൽ സ്ട്രക്ചറലി ഫങ്ഷണലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന റീസൺസ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഓവർകം ചെയ്യാൻ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടെമ്പററി ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസിലി ഓവർകം ചെയ്ത് വരാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് പാർട്ട്ണറാണ്. ഇനി നിങ്ങളുടെ പാർട്ട്ണറോടാണ്. നിങ്ങളുടെ വൈഫിന് ഈ ഒരു മദർഹുഡ് ടൈമിൽ നല്ലൊരു സപ്പോർട്ട്, ഒരു ഇമോഷണലി സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈസി ആയിട്ട് ഓവർകം ചെയ്ത് വരാൻ പറ്റും. അപ്പം ഒരു നല്ലൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആയിരിക്കണം മദർഹുഡ് ഉണ്ടാവേണ്ടത് എന്ന് നോക്കുക. പിന്നെ സ്ലീപ്പ്. അപ്പൊ നമുക്കറിയാം ന്യൂ ബോണിന്റെ സ്ലീപ്പും നമ്മുടെ സ്ലീപ്പും ഭയങ്കര വരുന്നത് കൊണ്ട്, വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത്ര സ്ലീപ്പ് കിട്ടുന്നുണ്ട്, അഡീക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയേറ്റീവ് ഫുഡ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ മറന്നു പോകുന്ന സംഭവം, ഈസി ആയിട്ട് പെട്ടെന്ന് മറന്നു പോകുന്നതിന് ആ ഒരു ഫൊർഗെറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കലണ്ടേഴ്സ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയോ റിമൈൻഡർ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്നതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൻഷന്റെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ടാസ്കിനെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയതാക്കി എടുക്കുക. അതായത് നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എന്താ പറയാ, ആഫ്റ്റർ ഡെലിവറി നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി എൻഗേജ്ഡ് ആവാനും നമ്മൾ മറന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിസിക്കലി എൻഗേജ്ഡ് ആവാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്ത് വരാൻ പറ്റും. Kring, fulfilling parenting dreams.